ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഓഗസ്റ്റ് മുതൽ നടന്നിട്ടുള്ള NCAയുടെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷന്റെ അണ്ടറിൽ വരുന്ന മാക്സിമ ആൻഡ് മിനിമ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. മോഡ്യൂൾ 3 കാൽക്കുലസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഠിച്ചെടുക്കാനും വളരെ എളുപ്പമുള്ളൊരു മോഡ്യൂളാണ് മോഡ്യൂൾ 3 കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിലബസിലുള്ള ഓർഡറിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് ആചാര്യ അക്കാഡമിയിൽ HSA മാത്തമാറ്റിക്സിനായുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം ആചാര്യ ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും പിന്നെ ക്ലാസ്സിൻ്റെ തന്നെ PDF സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ടോപ്പിക്കിൽ നിന്നും അഡീഷണൽ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നത് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 0-2 എന്ന ഇൻ്റർവെല്ലിൽ f(x) = x² + ax + b എന്ന ഫംഗ്ഷന്റെ ഒരു എക്സ്ട്രീം വാല്യൂ f(1) = 3 ആണെങ്കിൽ a, b എന്നിവ എത്ര? ഓക്കെ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x) = x² + ax + b. ഇതിൻ്റെ ഒരു എക്സ്ട്രീം വാല്യൂ f(1) = 3 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് എക്സ്ട്രീം വാല്യൂ അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് എന്നൊക്കെ പറയുന്നത്? എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഏത് പോയിന്റിലാണോ അതിനെയാണ് എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷന് ഏത് പോയിന്റിലായിരിക്കും മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കിട്ടുന്നത് അതിനെയാണ് എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അത് കിട്ടുന്നതിനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റുകൾ, കിട്ടുന്ന വാല്യൂസ് ആണ് എക്സ്ട്രീം പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിലായിരിക്കും ആ ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Let f be a function defined on an interval I and a belong to I. Let f be twice differentiable at a, then f എന്ന് പറയുന്നത് I എന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. I എന്ന ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റ് ആണ് a എന്ന് പറയുന്നത്. a എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ഫൈൻഡ് f'(x) ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിനെ 0 ഇക്വേറ്റ് ചെയ്യുന്നു. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റുകളിലായിരിക്കും ഈ ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ക്രിട്ടിക്കൽ പോയിന്റുകളിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുന്നു. <0 ആണെങ്കിൽ അത് മാക്സിമം ആ പോയിന്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ ആ പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നത് <0 ആണെങ്കിൽ പോയിന്റ് ഓഫ് മിനിമ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പോയിന്റ് ഓഫ് മാക്സിമ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മിനിമ കിട്ടുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ആ പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) = x² + ax + b ആണ്. ഓക്കെ, f(x) = x² + ax + b. നമ്മൾ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. f'(x) 2x + a എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ്ട്രീം വാല്യൂ f(1) = 3 എന്ന് പറഞ്ഞാൽ 1 എന്ന പോയിന്റിൽ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടെന്നല്ലേ? ഓക്കെ, 1 എന്ന പോയിന്റിൽ ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഫോർ f(x) to have an extreme value at x = 1, ആ പോയിന്റിലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് 1 ആണ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 1 എന്ന പോയിന്റിലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. f'(1) = 0. f'(1)നെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കൂ, ഇതാണ് f'(x) അല്ലേ? അതിൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 + a എന്ന് കിട്ടും =0, വിച്ച് ഇംപ്ലൈസ് a = -2. ഓക്കെ, f'(1)നെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? a = -2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ f(1) = 3 എന്ന് തന്നിട്ടില്ലേ? അതായത് ഫംഗ്ഷനിൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1² +
നോക്കൂ, എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, -2. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -2 ഇൻറ്റു എക്സിന് പകരം 1 കൊടുക്കുന്നു, പ്ലസ് ബി ഈക്വൽ ടു 3. അതായത് 1 - 2 പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്, വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, ബിയുടെ വാല്യൂ 4. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. എ ഈക്വൽ ടു -2 ബി ഈക്വൽ ടു 4 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന് ഒരു എക്സ്ട്രീം വാല്യൂ f(1) ഈക്വൽ ടു 3 എന്നാണ്. അതിനർത്ഥം എന്താണ്? 1 എന്നുള്ള പോയിന്റ് ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്. അതായത് ആ പോയിന്റിലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ f(1) 3 എന്ന് പറഞ്ഞാൽ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഗിവൺ ഫംഗ്ഷനിൽ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 എന്നാണ് കിട്ടുന്നത്. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. f(x) ഈക്വൽ ടു x ക്യൂബ് -6x² പ്ലസ് 9x പ്ലസ് 15 എന്ന ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വിലകൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. x² ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് എന്താ 2x ആണ് അല്ലേ. അപ്പോൾ 6x² എന്ന് പറയുമ്പോൾ 12x കിട്ടും, -12x. പിന്നെ 9xൻ്റെ ഡെറിവേറ്റീവ് 9. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി ഫൈൻഡ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x) ഈക്വൽ ടു x² ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 3 × 2x 6x എന്ന് കിട്ടും. ഇനി 12xൻ്റെ ഡെറിവേറ്റീവ് 12 തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 6x - 12 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 3x² - 12x പ്ലസ് 9 ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഹോൾ ഇക്വേഷനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x² - 4x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? x - 1 ഇൻറ്റു x - 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് x ഈക്വൽ ടു 1 ആൻഡ് 3 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, ഇതെങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? ഒരു ജനറൽ ഫോർമാറ്റ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് x² മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് സം എന്ന് പറയുന്നത് എന്ത് കിട്ടും? സം ഈക്വൽ ടു -4 സമ്മ് 4ഉം അതുപോലെ പ്രോഡക്റ്റ് സം എന്നുള്ളത് 4ഉം പ്രോഡക്റ്റ് 3ഉം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 4ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ പരിപാടി? സെക്കൻഡ് ഡെറിവേറ്റീവ്, ക്രിട്ടിക്കൽ പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. നോക്കൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് നേരത്തെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി at 1 എന്നുള്ള പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കൂ. ഇതിൽ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 6 × 1 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു -6 എന്ന് കിട്ടും. -6 <0 ആണ്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? f' ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് <0 ആണെങ്കിൽ അത് എന്തായിരിക്കും? പോയിന്റ് ഓഫ് മാക്സിമ ആയിരിക്കും. ഓക്കെ, <0 ആണെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമ. അതായത് 1 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫംഗ്ഷന് മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, ആ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യാം. അതായത് f(1) ഫൈൻഡ് ചെയ്താൽ മതി. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ എന്ത് ചെയ്യാം? എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1³ - 6 × 1² പ്ലസ് 9 × 1 പ്ലസ് 15 സോൾവ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. f' ഓഫ് 1 ഫൈൻഡ് ചെയ്യുന്നു, <0 ആണ്. അപ്പോൾ 1 എന്നുള്ള പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് മാക്സിമയാണ്. ഫംഗ്ഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. ഇനി നമുക്ക് മിനിമം നോക്കാം. f' ഓഫ് 3 ആണ്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് 3 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 3 എന്ന പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നു. നോക്കൂ, 6x - 12ന് എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് +6 എന്നാണ് കിട്ടിയിരിക്കുന്നത്. >0 ആണ്. അതിനർത്ഥം എന്താണ്? 3 എന്നുള്ള പോയിന്റ് ഓഫ് മിനിമയാണ്. f' ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് >0 ആണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? പോയിന്റ് ഓഫ് മിനിമ ആയിരിക്കും. ഇനി നമുക്ക് മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് f(3) ആണ്. ഇതിനകത്ത് എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 3³ - 6 × 3² പ്ലസ് 9 × 3 പ്ലസ് 15 അതായത് ഫൈനൽ 15 എന്ന് കിട്ടും. മിനിമം വാല്യൂ, ഫംഗ്ഷന് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 15 ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് മിനിമം ഏതാണ്? x ഈക്വൽ ടു 3. ആ 3 എന്നുള്ള പോയിന്റിലാണ് മിനിമം വാല്യൂ കിട്ടുന്നത്. മാക്സിമം വാല്യൂ വരുന്ന എപ്പോഴാണ്? x ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കിത് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ മാക്സിമം മിനിമത്തിൻ്റെ കൂടെ തന്നെ ഒരു അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമ എന്നുള്ള ടോപ്പിക് കൂടി വരുന്നുണ്ട്. അത് ഇതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിൽ
ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അത് കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് അല്ലേ, അതായത് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓക്കെ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോയിന്റ് ഓഫ് മിനിമയും ലെസ് ദാൻ 0 ആണെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം ആയിരിക്കും. ആ പോയിന്റ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് ആയിരിക്കും മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്